എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വഞ്ചിനാട് കിച്ചൻ. ഐ എം ഷെഫ് പിനോജ്. ഇപ്പം നാട്ടിലുണ്ട്. നാട്ടിൽ വന്ന മീൻപിടുത്തം നമ്മുടെ ഒരു ഹരമാണ്. നല്ല മഴയാണ് നാട്ടിൽ. ആറ്റിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഒന്ന് കലങ്ങി വരുന്നുണ്ട്. ഊത്ത പിടിക്കാൻ പറ്റിയ ടൈം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് UK നാട്ടിലെത്തിയതേ ഉള്ളൂ. എത്തിയപ്പോൾ തന്നെ നമ്മുടെ ജ്യേഷ്ഠൻ ജിജി മാത്യു, ആള് ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെയാണ്. മഴയൊക്കെ പെയ്താൽ മീൻ പിടിക്കാൻ പുള്ളി ഏറ്റവും മുന്നിൽ ഇറങ്ങുന്ന ഒരാളാണ്. അങ്ങനെ ഞങ്ങൾ മണിമലയാറിൻ്റെ സൈഡിൽ വന്ന് നിൽപ്പുണ്ട്. നോക്കി എൻ്റെ അമ്മോ, ആദ്യത്തെ വീശത്തിന് ഇത് കണ്ടോ, എന്തോരം മീനാന്ന് നോക്കി. അടിപൊളി പൊടിമീൻ. ഒത്തിരി കാലത്തിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ മീൻ പിടിക്കാൻ ഇറങ്ങിയത്. ഈ കോവിഡൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ നാട്ടിലാദ്യമായിട്ട് വന്നത്. അങ്ങനെ അവസാന റൗണ്ടിലോട്ടൊക്കെ കിടക്കുമ്പോൾ ജയിച്ചാൽ എന്നോട് ഒറ്റ ചോദ്യമാണ്, എടാ ഒരു റൗണ്ട് വീശടാ, ഒത്തിരി കാലമായില്ലേന്ന്. സാധാരണ നമ്മൾ ഈസ്റ്റർ ടൈമിലൊരു ചാലൊക്കെ നേരത്തെ പാട്ടം പിടിച്ചിടുമായിരുന്നു. ആ പാട്ടം പിടിച്ച ചാല് നമ്മൾ വറ്റിച്ച് അതിനകത്തുനിന്ന് ചേറുമീനെ പിടിക്കുമായിരുന്നു. ഇപ്പം ചാലിനകത്തെല്ലാം വെള്ളം കയറി നിറഞ്ഞു കിടക്കുക. അതുകൊണ്ട് ചാലിലെ പരിപാടി ഇപ്രാവശ്യം അങ്ങോട്ട് മാറ്റി പിടിച്ചു. മെല്ലെ ഞാനും ഇറങ്ങി ഒരു റൗണ്ട് ഒന്ന് വീശി. വലയൊക്കെ അങ്ങോട്ട് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഏതായാലും എന്നെ നിരാശപ്പെടുത്തിയില്ല, കുറേ മീൻ എനിക്കും കിട്ടി. ഇതിന്ന് പിറക്കി ഞാൻ മരിക്കും. നോക്കി നമ്മൾ അങ്ങനെ മീൻപിടുത്തമൊക്കെ അങ്ങോട്ട് ലാസ്റ്റ് റൗണ്ട് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാരി പകുത്തെടുക്കാൻ പോവാണ്. ബക്കറ്റ് ജീച്ചാൻ വേണമെന്നാണ് പറയുന്നത്. ജീച്ചാൻ പച്ചക്കറി നനയ്ക്കുന്ന ബക്കറ്റാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതാണ് കോല. അയ്യോ, അടിപൊളി സാധനമല്ലേ. ഇവനെയാണ് ഫ്രൈ ചെയ്യാൻ ഏറ്റവും അടിപൊളി സാധനം. ആരോ 2 കൂടൊക്കെ വെച്ചിട്ടുണ്ട്. നോക്കി, നമ്മുടെ മീൻ കയറുന്ന കൂടാണ് കേട്ടോ. ഇത് ആറ്റിൽ നിന്ന് തോട്ടിലോട്ടുള്ളൊരു ചെറിയൊരു ഒഴുക്കാണ് കാണുന്നത്. അവിടെയാണ് ഈ കൂട് വെച്ചേക്കുന്നത്. അങ്ങോട്ട് പെയ്യ മീൻ കയറുമ്പോൾ ആ കൂട്ടിനകത്ത് മീൻ കയറും. ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. ആള് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആണെങ്കിലും അതിലൊക്കെ ഉപരി നല്ലൊരു കർഷകനാണ്. കർഷകൻ ഇത് കണ്ടോ, പുള്ളിയുടെ കൃഷിത്തോട്ടമായി കാണുന്നത്. വിഷരഹിത പാവയ്ക്ക, പടവലം, ഇതെല്ലാം പുള്ളിയുടെ കൃഷിപ്പണിയാണ്. ആ കൂട്ടത്തിലെ ഈ മീൻ പിടുത്തവും. തിരിച്ചു പോകുമ്പോൾ ഇച്ചിരി പാവയ്ക്കായും പടവലങ്ങയും ഒക്കെ കൊണ്ടുപോകണം. 2-3 കവറുമായിട്ട് നമ്മുടെ പാപ്പൻ ഇവിടെ വന്നിട്ടുണ്ട്. പാപ്പനാണ് വീഡിയോ പിടിക്കുന്നത്. ഈ കാണുന്നതാണ് കല്ലേമുട്ടി. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നല്ല മുളകൊക്കെ അങ്ങോട്ട് പുരട്ടി നല്ല ഫ്രൈ ചെയ്യാൻ എന്തോ ടേസ്റ്റാണെന്ന് അറിയോ. അങ്ങോട്ട് വെച്ചാൽ തീരുന്ന അറിയത്തില്ല. അതുപോലെ ഇതിന് ഭയങ്കര ആയുസുള്ള മീനാണ്. നോക്കി, ഇത് പുറത്ത് എത്ര നേരം കിടന്നാലും ഇങ്ങനെ കുറച്ച് നേരം കിടക്കും. ഇത് മറ്റേ മീനെല്ലാം നടത്തി പൊടിമീനെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം ചത്തു. ഈ പൊടിമീൻ വെട്ടിയെടുക്കുന്നതാണ് ഏറ്റവും പണി. ഈ ആറ്റുമീൻ പ്രത്യേകിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴേ ആൾക്കാർ നമ്മുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കും. പക്ഷേ ഇത് ഫ്രൈ ചെയ്യാനും നമ്മൾ തോരൻ വെക്കാനൊക്കെ എന്ത് നല്ല ടേസ്റ്റാണെന്നറിയോ. മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞ് നേരെ മേളിലോട്ട് കയറി നമ്മുടെ ചേട്ടൻ്റെ കടയിലോട്ട് ചെന്നു. സോഡാ നാരങ്ങ വെള്ളം. നാട്ടിൽ വന്ന സോഡാ നാരങ്ങ വെള്ളം ഡെയിലി ഒരു 5 എണ്ണമെങ്കിലും കുടിക്കും ഞാൻ. ജീച്ചാനും ഞാനും പാപ്പനും എല്ലാവരും കൂടി ഓരോ സോഡാ നാരങ്ങളൊക്കെ കുടിച്ച് നേരെ വീട്ടിലോട്ട് പോവാം. മീനൊക്കെ നമ്മൾ 2-3 ബാഗ് കൊണ്ടുവന്നില്ലേ, അതൊക്കെ മാറ്റി വെച്ച് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തു. ബാക്കി നമ്മൾ നേരെ ഫ്രീസറിൽ കയറ്റിയിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തിട്ടുണ്ട്. നോക്കി, നമ്മുടെ ചേച്ചി ഇരുന്ന് വെട്ടിത്തരുന്നുണ്ട്. ഇതിൻ്റെ ചെതുമ്പിൽ കളയാൻ ഇച്ചിരി പാടാണ്. നോക്കി, ചേച്ചി ചാരമൊക്കെ മുക്കിയ വെട്ടുന്നത്. മീനെല്ലാം നന്നായിട്ട് വെട്ടിയിട്ടുണ്ട്. ഒരു 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നോക്കി, നമ്മുടെ പൊടിമീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇന്ന് പൊളിക്കും. അതിൻ്റെ കൂടെ കരിവേപ്പിലയ്ക്കൊന്നും ഒരു പഞ്ഞമില്ല. നാട്ടിലല്ലേ, നേരെ മരത്തിൽ നിന്ന് ഒടിക്കുക. നോക്കി, നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ചേച്ചിയുടെ കൂടെ നിന്നാണ് മീൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ചേച്ചി മീൻ മാരിനേറ്റ് ചെയ്യാൻ പോവുക. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പുറകെ നമ്മുടെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് എടുക്കും. അതിലേക്ക് നമ്മൾ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പൊടിമീൻ. എൻ്റെ പൊന്നോ, ഇനിയിപ്പോൾ ഒട്ടും താമസിക്കേണ്ട. നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന പൊടിമീനും കോലായും എല്ലാം കൂടെ നമ്മുടെ മാരിനേഷനിലോട്ട് ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി അങ്ങോട്ട് എടുക്കണം. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇരിക്കട്ടെ ഒരു 2 മണിക്കൂർ റെസ്റ്റിന്. 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി ഈ പൊടിമീൻ നമ്മൾ മിറ്റത്തിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. അതിനൊരു അടുപ്പ് അങ്ങോട്ട് കൂട്ടാം. അടുപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയും വിറകൊക്കെ അങ്ങോട്ട് വെച്ച് വിറകിന് തീ കൊടുക്കാം. നോക്കി, മഴയൊക്കെ ആയതുകൊണ്ട് വിറകൊക്കെ അങ്ങ് തണുത്തിരിക്കുകയാണ്. കത്താൻ വലിയ പാടാണ്. ഒരു പേപ്പർ വെച്ച് അങ്ങോട്ട് കത്തിച്ച് കൊടുക്കാം. നോക്കട്ടെ.
തീയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒട്ടും വൈകണ്ട, ഒരു പാൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. മീനിൻ്റെ മണം അടിച്ചപ്പോഴത്തേക്ക് പൂച്ചയും ഈ ജില്ലയിലുള്ള കോഴിയെല്ലാം നമ്മുടെ മുറ്റത്ത് വന്നിട്ടുണ്ട്. പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണയെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളങ്ങോട്ട് പൊടിമീൻ അങ്ങോട്ട് മാരിനേറ്റ് ചെയ്തെടുത്ത് അങ്ങോട്ട് പാനിലോട്ട് ഇടാൻ പോവാം. നമ്മുടെ പൊടിമീനെല്ലാം എടുത്ത് ഈ പാനിനകത്ത് കിടന്ന് ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ ഇളക്കാൻ പോകല്ലേ, പൊടിഞ്ഞു പോവും. പൂച്ചയെ ഒരു സൈഡിലോട്ട് ഓടിച്ചു വിട്ടപ്പോൾ വേണ്ട ഒരു കോഴി വരുന്നുണ്ടോ. ഒരു പേടിയില്ല ഈ കോഴിക്ക്. കോഴിയുടെ കേസ് ഞാൻ അവധിക്ക് വെച്ചേക്കുക. ഒരു സൈഡ് നന്നായിട്ട് അങ്ങോട്ട് മൊരിഞ്ഞ് വരട്ട്. ഇത് പെട്ടെന്നാകും. ഒരു 10 മിനിറ്റ് കൊണ്ട് മീൻ ഫ്രൈ റെഡിയാണ്. ഇങ്ങനെ കിടന്ന് അങ്ങോട്ട് മൂത്ത് വരണം. നോക്കി അതിൻ്റെ കളറൊക്കെ മാറുന്നുണ്ടോ, അടിപൊളി. ആ സമയത്ത് നമുക്ക് ഇച്ചിരി കരിവേപ്പില, അയ്യോ എൻ്റെ പൊന്നോ, ഇങ്ങനെ കരിവേപ്പില ഊരുമ്പം മനസ്സിന് എന്തൊരു സന്തോഷമാണെന്നറിയോ. നമ്മളവിടെ ഒരു പൗണ്ട് കൊടുത്താൽ ഒരു 2-3 തണ്ട് കിട്ടും. ഇതിവിടെ വാരി ഊരുമല്ലേ. കറിവേപ്പില നന്നായിട്ട് കഴുകിയിട്ട് അത് ആ പാനിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ആ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളിയുടെ അങ്ങോട്ട് വിതറി കൊടുക്കണം. എൻ്റെ പൊന്നോ, എന്നാ മണമാണെന്നറിയോ. നമ്മുടെ മീൻ ആദ്യത്തെ റൗണ്ട് റെഡി ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് നോക്കി. ഇതേണ്ട പൂച്ചയും കോഴിയൊക്കെ ഇരിക്കുന്നുണ്ടോ. എവിടുന്ന് വരുന്നപ്പാ ഇതൊക്കെ. നമ്മുടെ മീനെല്ലാം റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ റൗണ്ട് അങ്ങോട്ട് കോരിയെടുക്കാം. എൻ്റെ പൊന്നെ, എൻ്റെ വായി കപ്പലൊടിക്കാവുന്ന വെള്ളമായിട്ടുണ്ട് കേട്ടോ. അടുത്ത റൗണ്ട് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ റൗണ്ട് അവിടെ റെഡിയാകുന്ന സമയത്ത് ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഒട്ടും താമസിക്കേണ്ട, അങ്ങോട്ട് ടേസ്റ്റിങ്. അയ്യോ, എന്നാ ടേസ്റ്റാപ്പാ ഇത്. ഫ്രഷ് മീൻ ഫ്രഷായിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത്ര നേരം നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് പാപ്പനാണ്. പാപ്പൻ്റെ ശരിക്കുള്ള പേര് ഷിബു എന്നാണ്. നമ്മുടെ നാട്ടിലെ ചങ്കാണ്. പാപ്പനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കാം. രാവിലെ കഴിയാൻ പറ്റില്ല, പള്ളിയിൽ പോകണം. നിങ്ങൾ പാപ്പൻ്റെ അഭിപ്രായം കേട്ടല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം കിടിലൻ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ കടയിറക്കാണ്. ബൈ. താങ്ക് യു വെരി മച്ച്. സുലായി.